KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്രയും ഇന്ധനവില വർധനവും മൂലം സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലയിൽ വ്യാപകമായി സ്വകാര്യ ബസ്സുകൾ ട്രിപ്പുകൾ വെട്ടിക്കുറച്ചു. 100ഓളം ബസ്സുകൾ സർവീസുകൾ നിർത്തി. വരുമാന നഷ്ടം മൂലം പ്രതിസന്ധി അതിരൂക്ഷമായതോടെയാണ് പ്രിയദർശിനി സർവീസുകളുള്ള റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചത്. മിക്ക റൂട്ടുകളിലും രാവിലെയും വൈകിട്ടും മാത്രമായി സർവീസ് ചുരുക്കി. തൃശൂരിൽ നിന്ന് പാലക്കാട്, ഗോവിന്ദാപുരം, കൊഴിഞ്ഞാമ്പാറ, ഗുരുവായൂർ, എറണാകുളം, ചാലക്കുടി, മാള, തൃശൂർ, ആമ്പല്ലൂർ, കൊടുങ്ങല്ലൂർ, മാള തുടങ്ങിയ റൂട്ടുകളിലാണ് ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചത്. ഇതിനിടയിലാണ് ജില്ലയിലുള്ള 1300ഓളം സ്വകാര്യ ബസ്സുകളിൽ 100ഓളം ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവെച്ചത്. പ്രിയദർശിനി സർവീസുകൾ 25% സ്വകാര്യ ബസ്സുകളെ നേരിട്ടും 50% ബസ്സുകളെ ഭാഗികമായും ബാധിച്ചുവെന്നും തൊഴിലാളികൾക്ക് പൂർണ്ണമായി ശമ്പളം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ലെന്നും ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ VS പ്രദീപ് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ ഏകദേശം 1500ഓളം സർവീസുകളിൽ ഈ പ്രിയദർശിനി സർവീസ് വന്നതോടുകൂടി ഏകദേശം 25% ബസ്സുകൾക്ക് നേരിട്ട് തന്നെ പ്രിയദർശിനി സർവീസ് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 50% ബസ്സുകൾക്ക് ഭാഗികമായിട്ടും ബാധിച്ചിട്ടുണ്ട്. അതോടുകൂടി യാത്രക്കാരുടെ എണ്ണം പരമാവധി കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ്സുകളൊക്കെ ഇന്ന് വലിയ നഷ്ടത്തിലാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവനക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള ശമ്പളം കൊടുക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെ തന്നെ ഡീസലിൻ്റെ വില വർധനവ് കൂടി ആയതോടു കൂടിയിട്ട് ബസ് സർവീസ് മേഖല ജില്ലയിലാകെ സ്തംഭനത്തിൻ്റെ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടിയെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. ദിവസവും 1000 മുതൽ 3000 രൂപ വരെയാണ് നഷ്ടം. ജില്ലയിലെ 4000ഓളം തൊഴിലാളികളെയും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 10000ഓളം ആളുകളെയും ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. അടുത്ത ആഴ്ച നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ മോട്ടോർ മേഖലയിലെ എല്ലാ സംഘടനകളുമായി ചേർന്ന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും VS പ്രദീപ് പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതിനൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ അത് KSRTCയിൽ കൊടുത്ത പോലെ തന്നെ സ്വകാര്യ ബസ്സുകളിലും സൗജന്യം കൊടുക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും സ്ത്രീകൾക്ക് സൗജന്യം ലഭ്യമാകും. അതിന് KSRTCക്ക് സീറോ ടിക്കറ്റിംഗ് കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ ബസ്സുകളിലും സീറോ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്ത് KSRTCക്ക് കൊടുക്കുന്ന ആനുകൂല്യം ഞങ്ങൾക്കും തന്നു കഴിഞ്ഞാൽ ഞങ്ങളും ഇതിൻ്റെ ഭാഗമായി നിൽക്കാൻ തയ്യാറാണ്. ഞങ്ങളും സൗജന്യം കൊടുക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. TCV തൃശൂർ.